എച്ച് ബിസിനസ് കൺസൾട്ടൻസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇൻകം ടാക്സ് റിട്ടേണിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന കാറ്റഗറികളായ AY അസസ്മെന്റ് ഇയർ യും FY ഫൈനാൻഷ്യൽ ഇയർ യും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാം. പലർക്കും ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് നാം നികുതിയുടെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ. AY എന്നത് അസസ്മെന്റ് ഇയർ ആണ്. ഇത് നാം നികുതി നൽകുന്ന വർഷത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2022 മുതൽ 23 വരെ സാമ്പത്തിക വർഷത്തിൽ നാം 2023 മുതൽ 24 വരെ നികുതി നൽകുമ്പോൾ 2023 മുതൽ 24 വരെയാണ് AY, അതായത് നാം ഈ വർഷത്തെ വരുമാനം വിലയിരുത്തുന്നത് അടുത്ത വർഷം നടക്കും. FY എന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഇത് നാം ഒരു സാമ്പത്തിക വർഷത്തിനുള്ള വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. 2022 മുതൽ 23 വരെ എന്നത് FY ആണ്, കാരണം ഇത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നീണ്ടുനിന്ന ഒരു വർഷമാണ്. ഈ സമയത്ത് നാം സമ്പാദിക്കുന്ന എല്ലാ വരുമാനവും ഈ വർഷത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ AYയും FYയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലാക്കുക. FY നാം വരുമാനം സമാഹരിക്കുന്ന വർഷമാണ്, AY ആ വരുമാനം നികുതി അടയ്ക്കുന്ന വർഷമാണ്. അതായത് FYയിൽ സമാഹരിച്ച വരുമാനം AYയിൽ വിലയിരുത്തപ്പെടും. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത് നികുതി നൽകുന്നതിലും വരുമാനം രേഖപ്പെടുത്തുന്നതിലും വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലായാൽ നികുതി സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. കൂടുതൽ ഇതുപോലുള്ള ഇൻഫർമേഷണൽ വീഡിയോകൾക്ക് വേണ്ടി ഇന്ന് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. MH ബിസിനസ് കൺസൾട്ടൻസി, യുവർ പെർഫെക്റ്റ് ഓൺലൈൻ ടാക്സ് കൺസൾട്ടന്റ്.